വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കിടിലൻ ചില്ലി പോക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നല്ലൊരു സ്റ്റാർട്ടറായിട്ടും അതുപോലെ തന്നെ ചപ്പാത്തി, നാൻ, പൊറോട്ട, അപ്പം, ഇടിയപ്പം, റൈസ് എല്ലാത്തിൻ്റെയും കൂടി നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. ഇവൻ നമുക്ക് സ്റ്റാർട്ടറായിട്ട് വെറുതെ കഴിക്കാനും നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കിടിലൻ എന്താ പറയുക ചില്ലി പോക്കിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ പോക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വേവിക്കാൻ വേണ്ടി നമ്മളിവിടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ വളരെ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് വേവിച്ചെടുത്തതാണ്. ഇത് കാണുമ്പോൾ അറിയാം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് കേട്ടോ ഇത് വേവിച്ചെടുത്തത്. അപ്പം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യമായ ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടാണ് നമ്മളിവിടെ വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പം ഞാനിവിടെ അത് ആദ്യം തന്നെ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് കാണിക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഓൾറെഡി നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഒരു 3-4 വിസിലോളം ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഇതിൻ്റെ വേവിൻ്റെ അനുസരിച്ച് 3-4 അതനുസരിച്ച് നോക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താണ്. അതൊന്ന് നമുക്ക് ആ ഒരു ഓയിലിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത ഒരു വലിയ സവാള, വലുതാണെങ്കിൽ 1, ചെറുതാണെങ്കിൽ 2 സവാള എടുക്കുക. അതൊന്ന് ഏകദേശം ഒരു മിനിറ്റോളം ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം, ഞാനിവിടെ പകുതി ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതിയോ അല്ലെങ്കിൽ ഒരെണ്ണം ഫുള്ളായിട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതും ഏകദേശം 1 മിനിറ്റോളം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ആ ഒരു പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് സോസുകൾ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് മുന്നേ ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നത്, 1/4 ടീസ്പൂണോളം കുരുമുളക് ആദ്യം തന്നെ നമുക്ക് വേവിക്കാൻ ഇട്ടിരുന്നു. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂണോളം സോയാ സോസും 1 ടീസ്പൂണോളം ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ഹോട്ട് സോസാണ്, ചില്ലി സോസ്, അത് 1 ടീസ്പൂണോളം കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് സോസിൻ്റെ അളവ് ഇനി ചില്ലി സോസ് ഉണ്ടെങ്കിൽ ഹോട്ട് സോസ് കൂട്ടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില്ലി സോസിൻ്റെ അളവും കൂട്ടാവുന്നതാണ്. എരിവ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് കൂട്ടാവുന്നതാണ്. അത് സോസ് ഏകദേശം ഇട്ടതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ആ ഒരു ചില്ലി പോക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആ ഒരു സോസിലും നമ്മളുടെ ആ ഒരു മസാലയിലെല്ലാം കൂടി ജസ്റ്റ് 1-2 മിനിറ്റ്, ഏകദേശം 1-2 മിനിറ്റോളം വഴറ്റി കൊടുക്കുക. അപ്പോൾ 1-2 മിനിറ്റ് ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സോസൊക്കെ എല്ലാം നമ്മുടെ ഈ ഒരു പോക്കിൽ നന്നായിട്ട് പിടിച്ചിരിക്കും. ഞാൻ കുറച്ച് സോസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ടൊമാറ്റോ സോസിൻ്റെ അളവ് കുറച്ചൊന്ന് കുറവായതുകൊണ്ട്, ഹോട്ട് സോസ് ആയതുകൊണ്ട് എരിവ് ഇത്തിരി കൂടുതൽ, കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് അതനുസരിച്ച് ഇടുക. അപ്പോൾ ഇത്തിരി ടൊമാറ്റോ സോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം. ഏകദേശം ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോസൊക്കെ എല്ലാം നന്നായിട്ട് തന്നെ പിടിച്ചു. ആ ഒരു നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഡ്രൈ വേണമെങ്കിൽ ഒന്നും കൂടി 1-2 മിനിറ്റോളം വഴറ്റി കൊടുത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മളിവിടെ ചപ്പാത്തിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു ചെറിയൊരു എന്താ പറയുക ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ഡ്രൈ വേണമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മറ്റൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ മറ്റൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ, നമ്മൾ വേവിച്ച് വെച്ചാൽ ഏകദേശം ഒരു 10 മിനിറ്റ് പോലും വേണ്ട, അതിലും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ചില്ലി പോക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമ്മൾ വേവിച്ച് വെച്ചിട്ട് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പം എന്തായാലും 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു രീതിയിൽ ഇതുവരെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് അതിനുള്ള ഫീഡ്ബാക്ക് എന്നെ തീർച്ചയായിട്ടും കമൻസ് ആയിട്ട് അറിയിക്കുക. ഇതുപോലുള്ള ചാനൽ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.